ഒരു ദിവസം വൈകുന്നേരം നമ്മുടെ ചട്ടുക്കുരങ്ങനും ഇത്തിക്കുരുവിയും ഒരുമിച്ച് കുറുക്കന്റെ കല്യാണം കൂടാനായി പോകുകയായിരുന്നു. ചങ്ങാതി, നമ്മൾ ചെല്ലുമ്പോഴേക്കും പരിപാടി കഴിയുമോ? എന്റെ പൊന്നിത്തി, നീ ഇങ്ങനെ വെപ്രാളം പിടിക്കാതെ. അതല്ല ചട്ടു, കുറുക്കൻ ചേട്ടന്റെ കല്യാണത്തിന് ഗ്രാമത്തിൽ നിന്ന് പോലും നിറയെ പഴങ്ങളും ധാന്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടു. അതെയോ? ഞാനതൊന്നും അറിഞ്ഞില്ല. മൈലമ്മയുടെ നൃത്തമുണ്ടെന്ന് ഞാൻ കേട്ടു. ആണോ? ആഹാ, ഗംഭീര പരിപാടിയൊക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ കരടി മാഷ് പറയുന്നത് കേട്ടു, കുയിലമ്മയുടെ ഗാനമേളയും കുറുക്കൻ ചേട്ടൻ ഒരുക്കിയിട്ടുണ്ടെന്ന്. കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. വേഗം പോവാം. അങ്ങനെ ഇരുവരും വളരെ വേഗത്തിൽ നടക്കുമ്പോൾ ഇത്തിക്കുരുവി ഒരു കാഴ്ച കണ്ടു. ചങ്ങാതി ചങ്ങാതി ചങ്ങാതി, ദേ ഒന്ന് നോക്കിയേ. അത് നമ്മുടെ ചിക്കു അല്ലേ? അതെ അതെ, നമ്മുടെ കുറുമ്പൻ തന്നെ. ചിക്കു കാണാതെ പോകാം, കണ്ടാ കുഴപ്പമാകും. ഇവനിത് എവിടെ പോയി? എന്റെ കൈ കിട്ടിയ ഞാൻ ശരിയാക്കും. ഹേയ് കുരങ്ങൻ ചേട്ടാ, ഒന്നിങ്ങ് വന്നേ. ഒന്നിങ്ങ് വാ. ചോദിക്കട്ടെ, ചിക്കു അല്ലേ വിളിക്കുന്നത്? ഓഹോ, ചിക്കു നമ്മളെ കണ്ടു. ഇനി എന്ത് ചെയ്യും ചട്ടു? അറിയില്ല, പോയി നോക്കാം. പോയില്ലേ പിന്നെ നമ്മളെ ഈ വഴി നടത്തില്ല. വരുന്നുണ്ട് വരുന്നുണ്ട്. ഇന്നാളീ കുഞ്ഞിനുറുമ്പിത് എവിടെ പോയി? എന്താ ചിക്കു വിളിച്ചത്? ഓ അതോ, നിങ്ങൾ രണ്ടും കൂടി എങ്ങോട്ടോ പോകുവാണല്ലോ. എവിടേക്കാ? അത് നമ്മുടെ കുറുക്കൻ ചേട്ടന്റെ കല്യാണത്തിന്. നീ എന്തിനാ സത്യം പറഞ്ഞത്? അയ്യോ അല്ല ചിക്കു, പറഞ്ഞപ്പോ തെറ്റിയതാ. ഞങ്ങൾ തവള വൈദ്യന്റെ അടുത്തേക്കാ പോകുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിശക്തിയാണെന്നുള്ള കാര്യം കുരുവിച്ചേച്ചിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ല ചിക്കു, ഞാൻ സത്യമാ പറഞ്ഞത്. ഇനി ഒന്നും പറയണ്ട, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. വാ പോകാം. അങ്ങനെ വരാനൊന്നും പറ്റില്ല ചിക്കു. നീ ആദ്യം അച്ഛനോട് അനുവാദം വാങ്ങി വാ. അതൊക്കെ പിന്നെയാകാം. വാ പോകാം. ഞാനിപ്പോ പോകുന്നു, പക്ഷെ ഞാൻ തിരിച്ചു വരും. നിന്നെ കണ്ടുപിടിച്ചാൽ നിന്റെ കഷ്ടകാലമാണ്. അല്ല ചിക്കു, നീ ആരോടായി മിണ്ടുന്നേ? ഓ അതോ, അതൊരു കുഞ്ഞനുറുമ്പ്. ഉറുമ്പോ? ഉറുമ്പ് ചിക്കുനെ എന്ത് ചെയ്തു? അതോ, ഞാനിവിടെ വെറുതെ നിന്ന് വരുന്നവരുടെ നേരെ കല്ലെറിയുകയായിരുന്നു. അപ്പൊ ഉണ്ടല്ലോ, ഒരു ഉറുമ്പ് എന്നെ ഓടിക്കടി. എനിക്ക് ദേഷ്യം വന്നു. അതിനിപ്പോൾ നീ എന്താ ചെയ്യുന്നേ? അവനെ കണ്ടെത്തി ദൂരേക്കൊരു ഏറ് കൊടുക്കണം. എന്നെ പേടിച്ച് എവിടെയോ ഒളിഞ്ഞിരിക്കുക. മിണ്ടല്ലേ. ആ ശരി ശരി, നമുക്ക് പോയേക്കാം. വാ. അങ്ങനെ ചിക്കുവിനെയും കൂട്ടി ചട്ടുക്കുരുങ്ങനും ഇത്തിക്കുരുവിയും കൂടി പോകുന്നത് കുഞ്ഞനുറുമ്പ് നോക്കി നിന്നു. ഹോ, രക്ഷപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, ഞാനൊരു ശക്തിശാലിയാണ്. അറിയാം. എങ്ങനെ അറിയാം? ആര് പറഞ്ഞു? നീയല്ലേ ചിക്കു ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് അത്ര വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. ഞാൻ തെളിയിക്കാം. ഓ വേണ്ട. എങ്ങനെയാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അനുകൂലിച്ച് വേണം പറയാൻ. ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. കണ്ടോ കുരുവിച്ചേച്ചി എന്റെ ശക്തി? പിന്നെ കണ്ടു കണ്ടു, ഭയങ്കരം തന്നെ. ഇനിയുണ്ട്. ഇനി
ഇനി പിന്നെ ആവട്ടെ ചിക്കു. സമയം ഒരുപാട് വൈകി ചട്ടു. നമ്മൾ എത്തുമ്പോഴേക്കും എല്ലാം തീർന്നു കാണും. ഇനിയുള്ള വഴി ഓർക്കുമ്പോൾ പേടിയാവുന്നു. അതെന്താ? ഈ സമയത്താണ് പുലിച്ചേട്ടൻ കറങ്ങാനിറങ്ങുന്നത്. എന്തിനാ കറങ്ങുന്നത്? ഒരിടത്ത് ഇരുന്നാ പോരെ. ചിക്കു, നീ കുഞ്ഞാ, നിനക്ക് പുലിച്ചേട്ടനെ അറിയില്ല. ഇങ്ങ് വരട്ടെ, ഞാൻ എന്റെ ശക്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്. വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ തട്ടിക്കളിക്കാൻ ഞാൻ എന്താ പന്താണോ? എന്തായാലും കുളത്തിൽ വീണു, എന്നാൽ ഒന്ന് കുളിച്ചേക്കാം. വരട്ടെ, പുലിയല്ല എലി വന്നാലും എനിക്ക് പേടിയില്ല. ആ സമയം ചിക്കുവിനെയും കൂട്ടുകാരെയും മരത്തിന്റെ മറവിൽ നിന്ന് ഒരു പുലി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കുശാലായല്ലോ ആനക്കുട്ടൻ. അവൻ തന്നെ ഇന്നത്തെ ഇര. അയ്യോ, പുലി വന്നേ, ഓടിവായോ, പുലി വന്നേ, ഓടിവായോ. എടാ മണ്ടാ, പുലി വരുന്നെന്ന് പറഞ്ഞ കേൾക്കുന്നവർ രക്ഷപ്പെടാനല്ലേ നോക്കൂ. പറഞ്ഞതുപോലെ അത് ശരിയാ. എന്റെ ഉറക്കവും കളഞ്ഞു. എന്തായാലും ഞാൻ ഉണർന്നു. ഇനിയിപ്പോ ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കാം. പുലി എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും പോകുക. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇല്ല, വെറുതെ ഒന്ന്, അത്രേ ഉള്ളൂ. ഞാൻ പാവാ. ഞാനും, പക്ഷെ ഉറങ്ങുമ്പോഴാണെന്ന് മാത്രം. എന്നെ ഒരു വട്ടം വെറുതെ വിട്ടൂടെ? നിനക്ക് വേണമെങ്കിൽ ഒരവസരം തരാം. എന്റെ അവസരം? എടാ കുട്ടി, നിന്നെ ഞാൻ നഖം കൊണ്ടാക്രമിക്കണോ, പല്ലുകൊണ്ടാക്രമിക്കണോ, അതോ ഈ കിടക്കുന്ന മരക്കമ്പ് മതിയോ? കമ്പ് വെച്ച് മതി. ശരി. അയ്യോ, നിങ്ങളോ? എന്റെ മോനെ തന്നെ വേണമല്ലേ നിനക്ക് വിശപ്പ് മാറ്റാൻ? അത് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞോ? ചിക്കു, നിനക്ക് എന്നോട് വന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഇത്തിക്കുരുവി വന്ന് പറഞ്ഞില്ലായിരുന്നേൽ എന്താകുമായിരുന്നു? നീ കുഞ്ഞാണ് ചിക്കു, ഇവരെ പോലെ അല്ല. അത് നീ ഓർക്കണം. നിനക്ക് എവിടെ പോകണമെങ്കിലും എന്നോട് പറയും, ഞാൻ കൊണ്ടുപോകാം. എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഇനി ഞാൻ അച്ഛനോട് പറയാതെ എങ്ങും പോവില്ല. ശരി, ഞാനും വരാം. ഇനി എവിടെ പോണേലും എന്നോട് പറഞ്ഞിട്ടേ പോകാവൂ. മനസ്സിലായോ? മഞ്ചാടിക്കാട്ടിൽ ഒരു വൃദ്ധനായ സിംഹരാജൻ ഉണ്ടായിരുന്നു. അലസനായ സിംഹരാജൻ തന്റെ ഗുഹയുടെ മുന്നിലെ ആൽമരത്തിനു ചുവട്ടിൽ വിശ്രമിക്കുന്ന നേരം അവിടേക്ക് അതാ വരുന്നു മന്ത്രിയായ പുലി. അല്ലയോ രാജൻ, അങ്ങയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ ഈ കാട് മുഴുവൻ പരതിയിട്ടാണ് ഒരു മാനെ കിട്ടിയത്. എന്നിട്ട് എവിടെ മാൻ? കൊണ്ടുവരൂ, നമുക്ക് നന്നായി വിശക്കുന്നു. ഉത്തരവ് പോലെ രാജൻ. രാജാവേ, അങ്ങയുടെ ആരോഗ്യനില വളരെ മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അതേ മന്ത്രി, ഞാൻ അത് തന്നെയായിരുന്നു ഇന്ന് മൊത്തം ആലോചിച്ചത്. നാം വൃദ്ധനായി തുടങ്ങിയല്ലേ. എനിക്ക് യുവത്വം വേണം മന്ത്രി. ഹേയ്, വിഷമിക്കേണ്ട രാജാവേ. അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു വൈദ്യൻ കാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങയുടെ യുവത്വം തിരിച്ചു വരും. ഞാൻ വേണേൽ
ആ വൈദ്യനെ കൂട്ടിക്കൊണ്ടുവരാം. ഓഹോ, അങ്ങനെയാണ്. എന്നാൽ ഉടനെ കൂട്ടിക്കൊണ്ടുവരൂ. നാം ഒന്ന് ഗർജിച്ചിട്ട് കാലങ്ങളാകുന്നു. ശരി, ഞാൻ ഉടൻ കൊണ്ടുവരാം രാജൻ. ഹോ, ഈ വൃദ്ധസിംഹത്തിനു വേണ്ടി പണിയെടുത്തു മടുത്തു. മാനിറച്ചിയെ കഴിക്കൂ. എങ്ങനെയെങ്കിലും ഈ കിഴവനെ യുവാവാക്കിയിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. അങ്ങനെ പുലി കുറുക്കൻ വൈദ്യന്റെ വൈദ്യശാല ലക്ഷ്യം വെച്ച് നടന്നു. എടോ കഴുതേ, ആ പച്ചില ഇങ്ങെടുക്ക്. വൈദ്യരെ, ഞാൻ കഴുതയല്ല, കരടിയാണ്. നിന്റെ കാര്യത്തിൽ രണ്ട് ഒന്നാണ് ഹേ. ആ നേരം ദൂരെ നിന്നും പുലി നടന്നു വരുന്നത് കാണുന്ന കരടി, ആശാനെ, വൈദ്യരാശാനെ, ദേ നോക്ക്, ആരാ വരുന്നെന്ന്. നിന്റെ കാഴ്ചയും പോയോ? അത് നമ്മുടെ മന്ത്രി പുലിയല്ലേ? എന്താണ് രാജമന്ത്രിയായ അങ്ങ് ഇവിടെ? നമസ്കാരം കുറുക്കൻ വൈദ്യരെ. ഒന്നും പറയണ്ട വൈദ്യരെ, ഞാനൊരു വലിയ പ്രശ്നത്തില. ഓഹോ, എന്താ കാര്യം? അങ്ങക്ക് അറിയാലോ സിംഹരാജൻ വൃദ്ധനാണെന്ന കാര്യം. അറിയാം. ആശാനെ, ഈ പച്ചില എന്ത് ചെയ്യണം? നീ മുഖത്തരച്ച് തേക്ക്. അല്ല പിന്നെ ഒന്നങ്ങോട്ട് മാറി നിക്ക് കഴുതേ. വൈദ്യരെ, ആ സിംഹത്തിന് ഭയങ്കര വാശിയ. മാനിറച്ചിയെ കഴിക്കൂ. ഞാനാണെങ്കിൽ മാനെ തേടി അലഞ്ഞു മടുത്തു. ഓ കഷ്ടം. അല്ല, ഞാൻ എന്തു വേണമെന്നാ പറയുന്നേ? അതെ വൈദ്യരെ, അങ്ങയുടെ കയ്യിൽ യുവത്വം നിലനിർത്താനുള്ള മരുന്നുണ്ടെന്നും പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, എന്നെ കൊലയ്ക്ക് കൊടുക്കാനുള്ള തന്ത്രം? അയ്യോ അല്ല, സിംഹരാജന്റെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. പണിയെടുത്ത് മടുത്തു. വൈദ്യൻ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. പുലിയുടെ അവസ്ഥ മനസ്സിലാക്കിയ കുറുക്കൻ തനിക്ക് ഗുണമുള്ള ഒരു തന്ത്രം മെനഞ്ഞു. ശേഷം, നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോ. സിംഹരാജനെ എത്രയും വേഗം ഞാൻ യുവാവായി മാറ്റിത്തരാം. പോരെ? നന്ദിയുണ്ട് വൈദ്യരെ. ആശാനെ, ആശാനെ, കൊള്ളുന്ന ആശാനെ. ഓ, എന്റെ പൊന്നടാവേ, നീ ആ പച്ചിലെടുത്ത് മുഖത്തരച്ച് തേച്ചോ? ആശാനല്ലേ പറഞ്ഞത്. എന്തെങ്കിലും കാണിക്ക്. നീ വേഗം ഇറങ്ങ്, സിംഹരാജനെ കാണണം. പുലിയും സിംഹവും അക്ഷമരായി കുറുക്കൻ വൈദ്യനെ കാത്തിരിക്കുകയാണ്. മന്ത്രി, എവിടെ വൈദ്യൻ? അല്പം കൂടി ക്ഷമിക്കൂ രാജൻ, മരുന്നുമായി വേഗം വരാമെന്ന് പറഞ്ഞതാ. ദേ രാജൻ, നോക്ക്, വൈദ്യൻ വരുന്നു. നമസ്കാരം രാജൻ. നമസ്കാരം, നമസ്കാരം. ആരാ ഈ ജന്തു? അയ്യോ രാജാവേ, ഇത് നമ്മുടെ ഒരു സഹായി, ഒരു കഴുതയാ. കരടി, കരടി. ആ, കരടി. ഭയാനകം തന്നെ. ഇച്ചിരി തേൻ കൊടുത്താ നന്നായി പണി ചെയ്യും. തീറ്റപ്രിയനാണെന്നേ ഉള്ളൂ. സഹായിയാ. ആ, ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചേ. തട്ടോ മുട്ടോ ഇടിവോ ചതവോ തൊഴിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കണ്ണിനൊരു വിളർച്ചയുണ്ട്. ഉണ്ടോ? പേടിക്കണ്ട, അതിനൊക്കെ ഉള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ഇത് ഗജമാംസ രസായനം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഇത് കലമാൻ കുഴമ്പ്. ഇത് വൈകിട്ട്, ഉച്ചയ്ക്ക്, രാവിലെ. രാജൻ, അങ്ങ് കൃത്യമായി ഈ മരുന്ന് കഴിക്കണം. പിന്നെ ഇനി മുതൽ തീരെ ചെറിയ മൃഗങ്ങളെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മുയൽ, എലി, പല്ലി, പാറ്റ തുടങ്ങിയവ. അതും അങ്ങ് തന്നെ വേട്ടയാടി പിടിക്കണം. ഈ പറഞ്ഞതൊക്കെ കൃത്യമായി പാലിച്ചാൽ ഞാൻ ചെറുപ്പമാകുമോ വൈദ്യരെ? പിന്നെ ഉറപ്പല്ലേ? സിംഹത്തിന് കുറുക്കന്റെ വാക്കുകൾ കേട്ട് ഒരുപാട് സന്തോഷമായി. താൻ ചെറുപ്പമാകാൻ പോകുന്നുവെന്ന് വിശ്വസിച്ച സിംഹം കുറുക്കന് നിറയെ സമ്മാനങ്ങൾ നൽകി. പോകുന്നേരം കുറുക്കൻ പറഞ്ഞു,
അല്ലയോ രാജൻ, അങ്ങ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്തിനെ വേട്ടയാടിയാലും അതിന്റെ പകുതി മന്ദാരക്കുന്നിന്റെ ചെരുവിലെ ആൽമര ചുവട്ടിൽ വിശന്ന് വരുന്ന ഏതെങ്കിലും പാവപ്പെട്ട വയസ്സായ ഒരു മൃഗത്തിന് കൊടുക്കണം. അങ്ങനെ ആരെങ്കിലും അവിടെ കാണുമോ? പിന്നെ ഉറപ്പായും അവിടെ കാണും. പാതി ആ പാവത്തിന് കൊടുക്കണം. എന്നാലേ മരുന്ന് ഫലിക്കൂ. കുറുക്കൻ വൈദ്യന്റെ വാക്കുകൾ വിശ്വസിച്ച സിംഹരാജൻ തന്റെ തളർച്ച വകവെക്കാതെ ചെറുമൃഗങ്ങളെ വേട്ടയാടി തുടങ്ങി. സിംഹരാജൻ കുന്നിന്റെ ചെരുവിലെ ആൽമര ചുവട്ടിലേക്ക് നടന്നു. അവിടെ വിശന്ന് തളർന്നൊരു വൃദ്ധ കുറുക്കനെ സിംഹം കണ്ടു. ഓ ഭാഗ്യം, ഏതോ പാവം വയസ്സൻ കുറുക്കനാണല്ലോ. ഇതാ വൃദ്ധക്കുറുക്ക, ഇത് തിന്നോളൂ. നാളെ ഈ നേരം ഇവിടെ നിന്നാൽ ഞാൻ ആഹാരം തരാം. എന്റെ മഹാഭാഗ്യമാണ് അങ്ങയെ കണ്ടത്. അങ്ങ് മാത്രമാണ് രാജാവ്. ഒരുപാട് നന്ദി രാജൻ. മണ്ടൻ രാജൻ എന്നും ഇങ്ങനെ ആയ എന്റെ കാര്യം കുശാലി. അങ്ങനെ സിംഹം സന്തോഷത്തോടെ അവിടെ നിന്നും മടങ്ങി. അതൊരു പതിവായി തീർന്നു. എന്നും കുറുക്കൻ വൃദ്ധവേഷത്തിൽ സിംഹത്തെ പ്രതീക്ഷിച്ചു നിൽക്കും. സിംഹരാജന്റെ പ്രവൃത്തി ദിനം പ്രതി കൂടുന്നത് ചെറുമൃഗങ്ങൾക്കിടയിൽ കടുത്ത ഭയമുണ്ടാക്കി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ വംശം നശിക്കും. അതെ, ഒരു വഴി കണ്ടെത്തണം. എന്ത് വഴി? കാട് വിട്ട് നാട്ടിലേക്ക് പോകണമെന്ന് വെച്ചാ മനുഷ്യർ പിടിക്കും. ഇവിടെ നിന്നാൽ ആ കിഴവൻ സിംഹം പിടിക്കും. ശരിയാണ്, കാട് മുഴുവൻ കാവലുണ്ട്. നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ തീരാനാണോ ജനിച്ചത്? അല്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെയൊക്കെ പിന്നിൽ ആ കുറുക്കൻ വൈദ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? വൈദ്യന്റെ സഹായമില്ലേ ആ കരടി? അവനൊരു മണ്ടനാണ്, മാത്രമല്ല ഒരു തേൻ കൊതിയനുമാണ്. നമുക്ക് അതൊരു മാർഗമാക്കിക്കൂടെ? ശരിയാവാ, നീ തേൻ കയ്യിൽ കരുതിക്കോ. അങ്ങനെ കൂട്ടത്തിലൊരു മുയലും എലിയും കൂടി കരടിയെ തേടി നടന്നു. ഹലോ കരടി ചേട്ടാ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ അങ്ങേ കാണാൻ വന്നതാണ്. അങ്ങീ കാട്ടിലെ താരമല്ലേ, അതുകൊണ്ട് ചെറിയൊരു സമ്മാനം തരാനായി വന്നതാ. സമ്മാനമോ? എന്ത് സമ്മാനം? ഹായ്, തേൻ. തേൻ കണ്ട കരടി ആർത്തിയോടെ തേൻ കുടിക്കാൻ തുടങ്ങി. കരടി ചേട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. ഓഹോ, അപ്പോ അങ്ങനെയാണോ കാര്യങ്ങൾ? ചേട്ടൻ ഞങ്ങളെ സഹായിച്ചാൽ നമ്മൾ ഇനിയും തേൻ കൊണ്ടുതരാം. എങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റു. നമ്മൾക്ക് ഇപ്പോൾ തന്നെ സിംഹരാജനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. സിംഹത്തിന്റെ അടുത്തേക്ക് നടന്നെത്തിയ കരടിയും മുയലും എലികളും ഭയന്നെങ്കിലും സിംഹത്തോട് കാര്യം പറഞ്ഞു. അല്ലയോ സിംഹരാജൻ, അങ്ങൊരു വിഡ്ഢിയാണ്. എന്തു പറഞ്ഞു? അതെ, അങ്ങ് കള്ളനായ കുറുക്കന്റെ വാക്ക് കേട്ട് സ്വയം വിഡ്ഢിയാകുകയാണ്. സത്യമാണ് സിംഹരാജൻ. വിശ്വാസമായില്ലെങ്കിൽ ഞങ്ങൾ തെളിയിക്കാം. അങ്ങ് ഞങ്ങളെ മന്ദാരക്കുന്നിന്റെ ചരിവിലെ മരച്ചോട്ടിലുള്ള വയസ്സൻ കുറുക്കന് കൊടുത്തിട്ട് വേണയിൽ നോക്കിക്കണ്ടോ? അത് വൃദ്ധൻ കുറുക്കനല്ല, അങ്ങയെ പറ്റിച്ച കുറുക്കൻ വൈദ്യനാണ് രാജാവേ. അവർ പറഞ്ഞത് പ്രകാരം സിംഹം വൃദ്ധക്കുറുക്കന്റെ കയ്യിൽ മുയലിനെയും എലിയെയും നൽകി. ശേഷം സിംഹം കുറുക്കന്റെ പ്രവൃത്തികൾ വീക്ഷിച്ചു. മണ്ടനായ ഒരു രാജാവുള്ളത് കൊണ്ട് ബുദ്ധിമാനായ എനിക്ക് എന്നും പണിയെടുക്കാതെ ഇങ്ങനെ തിന്നാം. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. എടാ നിന്നെ ഞാൻ, നീ പറ്റിച്ചത് ഈ കാടിന്റെ രാജാവിനെയാണ്. എടാ നിന്നെ ഞാൻ.
അയ്യോ മഹാരാജൻ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഈ കാട് വിട്ടു പൊയ്ക്കോളാമേ. അയ്യോ. രാജൻ അങ്ങ് ഒന്ന് മനസ്സിലാക്കണം, എല്ലാവരും വയസ്സാകും. പക്ഷേ മനസ്സ് ശക്തമാണെങ്കിൽ ശരീരം ശക്തമായി നിലനിൽക്കും. അമ്മേ, ഞാനും കൂടെ പുഴയിലേക്ക് ഇറങ്ങി വരട്ടെ? അയ്യോ വേണ്ട കുഞ്ഞിക്കുട്ട, ഈ പുഴയിൽ ചെറിയ ചെറിയ പാറക്കിടങ്ങളുണ്ട്. അതിനകത്തെങ്ങാനും നിന്റെ കാല് കുടുങ്ങിപ്പോയാൽ പിന്നെ രക്ഷപ്പെടുത്താനേ പറ്റില്ല. ഓ, ഈ അമ്മയ്ക്ക് എന്തൊരു പേടിയാ. എനിക്ക് ഒരപകടവും സംഭവിക്കില്ല അമ്മേ. ദേ, ഞാൻ ഇറങ്ങുവാ. ആനക്കുട്ട, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദയ്ക്ക് അമ്മ പറയുന്ന അനുസരിച്ച്. അനുസരിച്ചോളാമേ. എല്ലാവർക്കും അവരവരുടെ കാര്യം, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ആനക്കുട്ടാ, എന്തോ? ആനക്കുട്ടൻ എന്നെ മനസ്സിലായോ? ഇല്ല, ആരാണാവോ? അത് ശരി, അപ്പൊ വിളിച്ചത് ആരാണെന്ന് മനസ്സിലാവാതെയാണോ എന്തോന്ന് വിളി കേട്ടത്? വിളിച്ചത് ആരായാലും വിളിച്ചത് എന്നെയാണല്ലോ, അതുകൊണ്ട് വിളി കേട്ടതാണേ. എന്താ, വിളി കേൾക്കണ്ടായിരുന്നോ? കേൾക്കണം. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ. പറ. ആനക്കുട്ടൻ ആളൊരു പുലിയാ, ശരിക്കും. പുലിയോ? ഞാനോ? അയ്യേ, എന്നെ കണ്ടിട്ട് അങ്ങനെയാണോ തോന്നണേ? ഞാനൊരു പാവം ആനക്കുട്ടിയാണേ. ആയിരിക്കാം, പക്ഷേ കഴിവിൽ നീ ഒരു പുലിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആണോ? പക്ഷെ എന്റെ കൂട്ടത്തിലുള്ളവരോ എന്റെ അമ്മയോ ഒന്നും ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ പലർക്കും മടിയാണ്. കഴിവുള്ളവരെ ആരും മനസ്സിലാക്കില്ല. അത് ശരിയാ. ഈ പുഴയിൽ ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നെ അനുവദിച്ചില്ല. എനിക്ക് അപകടം സംഭവിക്കുക എന്നാണ് അവര് പറയുന്നത്. എന്നാൽ ആനക്കുട്ടനോട് ഞാനൊരു സത്യം പറയട്ടെ. ഈ പുഴയിലെ വെള്ളത്തിന് നല്ല ഉപ്പുരസമുണ്ട്. ആ വെള്ളം ധാരാളം കുടിച്ചാൽ ആനകൾക്ക് മത്ത് പിടിക്കും. അങ്ങനെ മത്ത് പിടിച്ച് രസിച്ച് നടക്കുന്നത് ആനകൾക്കൊരു രസമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും പോലെ എനിക്കും ആനന്ദിച്ച് ആടിപ്പാടി രസിച്ച് നടക്കണം. ഈ പുഴയിൽ ഇറങ്ങാൻ നീ എന്നെ ഒന്ന് സഹായിക്കുമോ? അയ്യോ, ഞാനില്ലേ. പുഴയിൽ ഇറങ്ങാൻ ഞാൻ നിന്നെ സഹായിച്ചാൽ നിന്റെ വീട്ടുകാരെന്നെ പഞ്ഞിക്കിടും. വെള്ളത്തിലിറങ്ങാതെ ഈ കാട്ടിലൂടെ അടിച്ചു പൊളിച്ച് നടക്കാനാണെങ്കിൽ ഞാൻ റെഡി. എന്താ, നീ റെഡിയാണോ? ഞാൻ റെഡിയാ. എന്തായാലും എനിക്കും ഒന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. ആ, പിന്നൊരു കാര്യം, എന്നെ നിന്റെ പുറത്ത് കയറ്റണം. എന്താ, സമ്മതമാണോ? ഓക്കെ, സമ്മതം. എന്നാൽ ആ തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി അടിച്ച് കേറി വാ ആനക്കുട്ടാ. തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി ചേറ്റുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഹൈ, തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി ചേറ്റുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന.
പിടിച്ച് കുട്ടിയാനയ്ക്ക് കൊടുത്ത് കാടിനുള്ളിൽ ഓടിച്ചാടി കളിച്ചിടുന്നേ, കാടിനുള്ളിൽ ഓടിച്ചാടി കളിച്ചിടുന്നേ. ബബബം 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 ബം ബം. ബബബം 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 ബം ബം. കുറ്റിച്ചൂലൻ വാലിൽ തൂങ്ങിയാടും കുരങ്ങനെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്ത്. കുറ്റിച്ചൂലൻ വാലിൽ തൂങ്ങിയാടും കുരങ്ങനെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്ത്. ഒച്ച വെച്ച് രസിച്ച് തുള്ളിച്ചാടി തിമിർത്ത്, ഒച്ച വെച്ച് രസിച്ച് തുള്ളിച്ചാടി തിമിർത്ത്. കാടിളക്കി വരുന്നല്ലോ കുസൃതി കൂട്ടുകാർ, കാടിളക്കി വരുന്നല്ലോ കുസൃതി കൂട്ടുകാർ. തുമ്പിക്കൈയും വീശി കുഞ്ഞിവാലിട്ടാട്ടി ചേറ്റുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാനാ, ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാനാ. അയ്യോ രക്ഷിക്കണേ, അയ്യോ. അയ്യോ അയ്യോ രക്ഷിക്കണേ. ആനക്കുട്ട, ഞാനീ മരക്കൊമ്പത്തുണ്ട്. അയ്യോ ആനക്കുട്ടൻ കുഴിയിൽ വീണല്ലോ. കുരങ്ങനുണ്ണി, എനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാനിപ്പോ എവിടെയാണ്? പക്ഷെ നീ ഇപ്പൊ ഒരു കുഴിയിൽ വീണിരിക്കുകയാണ്. അയ്യോ എന്നെ രക്ഷിക്കണേ കുരങ്ങനുണ്ണി, എന്നെ എങ്ങനെയെങ്കിലും ഈ കുഴിയിൽ നിന്ന് ഒന്ന് കയറ്റൂ. അത് ഈ കൊരങ്ങൻ വിചാരിച്ചാൽ നടക്കില്ല. ആനക്കുട്ട, നിന്നെ കയറ്റാൻ മനുഷ്യർക്ക് മാത്രമേ ഇനി കഴിയൂ. കുരങ്ങനുണ്ണി, വേഗം ചെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ രക്ഷിക്ക്. എനിക്ക് എന്റെ അമ്മയെ കാണണം. മനുഷ്യര് വന്ന് നിന്നെ രക്ഷിച്ചാലും നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ അതെന്താ? കുഴിയിൽ വീണ ആനകളെ മനുഷ്യർ കരയിൽ കയറ്റി നാട്ടിലേക്ക് കൊണ്ടുപോകും. അതെന്തിന്? പണിയെടുപ്പിക്കാൻ. അയ്യോ മനുഷ്യരിവിടെ വരുന്നതിന് മുമ്പ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ പറഞ്ഞതനുസരിച്ച് ആ പുഴയുടെ കരയിൽ നിന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ആനക്കുട്ട, ഞാൻ എത്ര ശ്രമിച്ചാലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, എത്രയും വേഗം ചെന്ന് നിന്റെ അമ്മയെ വിവരം അറിയിക്കാം. എന്നാ വേഗം ചെല്ല്. ആ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം. ഒരു കുട്ടിയാനയാണല്ലോ കുഴിയിൽ വീണിരിക്കുന്നത്. അയ്യോ അമ്മേ, അമ്മേ. പാവം, വല്ലാതെ പേടിച്ചിട്ടുണ്ട്. പേടിക്കണ്ട ആനക്കുട്ട, നിന്നെ ഞങ്ങൾ ഇപ്പോ തന്നെ കയറ്റി വിട്ടേക്കാം. കാണാതായ കുട്ടിയാനയെ തിരക്കി കാട്ടാനക്കൂട്ടം ഒച്ചവെച്ച് വരുന്നുണ്ടല്ലോ.
എന്നോട് ക്ഷമിക്കും അമ്മേ. അമ്മ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി അമ്മയുടെ അനുവാദം ഇല്ലാതെ ഒരിടത്തേക്ക് ഞാൻ പോകില്ല. തക്ക സമയത്ത് ഫോറസ്റ്റുകാർ വന്നതുകൊണ്ട് ആനക്കുട്ടൻ രക്ഷപ്പെട്ടു. അതെ, പാവ ആനക്കുട്ടൻ അമ്മയുടെ അടുത്ത് എത്തിയല്ലോ. നദികളിൽ സുന്ദരി യമുന യമുന യമുന. മുതലച്ചാരേ, എന്റെ പാട്ട് അടിപൊളിയല്ലേ? ഉവ്വ, അടിപൊളി. തന്റെ തല അടിച്ചു പൊളിക്കണം. വെറുതെ പാട്ടും പാടിയിരിക്കാതെ ശാപ്പാട് എന്തെങ്കിലും വഴി കൊണ്ടു നോക്കണം. ശാപ്പാടിനുള്ള വഴി നോക്കി ഈ വഴിയിലിരുന്ന് ഞാനൊരു വഴിക്കായി. ഇനി താൻ എന്തെങ്കിലും വഴി നോക്ക്. ഞാനെന്ത് നോക്കാൻ? പഴയതുപോലെ മീനുകളൊന്നും എന്റെ വലയിൽ വീഴുന്നില്ല. വല്ല നുണയും പറഞ്ഞ് അടുത്തുകൂടി ശാപ്പിടാമെന്ന് കരുതിയാൽ അതും പാലിക്കുന്നില്ലടോ. ഹായ്, എടാ മോനെ, എവിടെ പോകുന്നു? ഞാൻ ഇവിടേക്ക് വന്നതാ. നദിയിലെ വെള്ളത്തിൽ ഈ റംബൂട്ടാൻ കഴുകിയെടുക്കണം. റംബൊട്ടാനോ? അത് ഏത് പൊട്ടനാടാ? ഏയ്, റംബൂട്ടാനല്ല, റംബൂട്ടാൻ. ഹേയ്, ഇത് കണ്ടോ? നാട്ടിലെ കർഷകരുടെ തോട്ടത്തിൽ ചെന്ന് പറിച്ചതാണ്. അവർ വരുന്നുമ്പ് ഞാൻ അവിടുന്ന് ഓടിപ്പോന്നു. പക്ഷേ ഓട്ടത്തിനിടയിൽ നിലത്തു വീണ് ഇതിലെല്ലാം മണ്ണ് പറ്റി. ഈ നദിയിൽ ഇതൊക്കെ കഴുകിയെടുക്കണം. പക്ഷേ ഈ നദിയിലെ വെള്ളത്തിൽ കഴുകുന്നത് അപകടമാ. അതെന്താണ്? ഈ നദിയിൽ മാരകമായ വിഷം കലക്കിയിരിക്കുന്നു. ആര്? നിങ്ങളോ? ഞങ്ങളല്ല, കാളിയൻ. കാളിയനാണ് ഈ നദിയിൽ വിഷം കലക്കിയത്. ഈ നദീതീരത്ത് നീ വന്നത് തന്നെ അപകടമാണ്. ജീവൻ വേണമെങ്കിൽ വേഗം റംബുട്ടാനും കളഞ്ഞിട്ട് ഓടിക്കോ. അയ്യോ, എനിക്കൊരു റംബൂട്ടാനും വേണ്ടേ. ആ കൊരങ്ങച്ചൻ എന്തൊരു മണ്ടൻ. അയ്യോ കുറുക്കച്ച, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അതെന്താണ്? നീയല്ലേ പറഞ്ഞത് ഈ നദിയിൽ കാളിയം വിഷം കലക്കിയിരിക്കുകയാണെന്ന്? വിശപ്പ് കൊണ്ട് ഞാൻ ഈ വെള്ളം ഇന്ന് 2 തവണ കുടിച്ചു. ഇതിനകത്ത് വിഷം കലക്കിയ കാര്യം നീ എന്താ എന്നോട് പറയാത്തത്? നീ ആ കുരങ്ങനേക്കാൾ മരമണ്ടനാണല്ലോ. എടോ, ആ കുരങ്ങന്റെ കയ്യിൽ നിന്ന് റംബുട്ട അടിച്ചെടുക്കാൻ ഞാൻ ഒരു നുണ പറഞ്ഞതല്ലേ? എന്നാലും നീ അത് വിശ്വസിച്ചല്ലോ. ഓ, അത് ശരി. അത് തന്റെ തന്ത്രമായിരുന്നല്ലേ? അത് കൊള്ളാം. മണ്ണ് പറ്റിയാൽ എന്താ, തൽക്കാലം ശാപ്പാടിനുള്ളതായല്ലോ. ഓ, എന്തൊരാർത്തി! ഈ ഇറച്ചിക്ക് ഒരു രുചിയുമില്ല. ഇറച്ചിയോ? അത് ഇറച്ചിയൊന്നും അല്ല, കർഷകരുടെ കൃഷിത്തോട്ടത്തിൽ നിന്നും പറിച്ചതാണെന്ന് ആ കൊരങ്ങച്ചൻ പറഞ്ഞത് നീ കേട്ടില്ലായിരുന്നോ? അത് ഞാൻ കേട്ടില്ല. ചുവന്ന് തുടിതിരിക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല ഇറച്ചി കഷ്ണവുമായിരിക്കുമെന്ന്. ബുദ്ധിക്കുറവ് മാത്രമല്ല, തനിക്ക് കേൾവിക്കുറവുമുണ്ട് അല്ലേ? എടോ, താൻ എന്നെ കളിയാക്കണ്ട. ബുദ്ധിയില്ലാത്തത് തനിക്കാണ്. ആ കുരങ്ങൻ പഴങ്ങൾ കഴുകാൻ പുഴയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പിടിക്കുമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ നദിയിൽ വിഷം കലക്കി എന്ന് പറഞ്ഞ് താൻ ആ കുരങ്ങനെ ഓടിച്ചത്. എന്നിട്ട് കിട്ടിയതോ കുറെ പഴങ്ങൾ. ഇതാർക്ക് വേണം? താൻ തന്നെ കൊണ്ടുപോയി തിന്നോ? മുതലച്ചാരേ, ക്ഷമിക്ക്, എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി. മറ്റുള്ളവരെ മണ്ടനാക്കാൻ നോക്കി സ്വയം മണ്ടനായത് താനാണെന്ന് തനിക്ക് മനസ്സിലായല്ലോ. അത് മതി. ഒരു കരടി വരുന്നുണ്ടല്ലോ. മുതലച്ചാരെ, താൻ വാലറ്റം പുറത്ത് കാട്ടി വെള്ളത്തിൽ മുങ്ങിക്കിടന്നോളൂ. അവൻ വന്ന് വാലി തൊടുമ്പോ മെല്ലെ മെല്ലെ നീന്തി നദിയുടെ നടുവിലേക്ക് അവനെ കൊണ്ടുപോയി പിടികൂടണം. എന്താ, ഒരു കരടിയെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ തന്നെ കൊണ്ടാവില്ലേ? പിന്നെ കടുവകളെ വരെ ഞങ്ങൾ മുതലുകൾ വെള്ളത്തിൽ വെച്ച് പിടികൂടും. പിന്നെയാണ് ഒരു കരടി. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കുന്നില്ല. എല്ലാം ഈ കരയിലിരുന്ന് താൻ കണ്ടോളൂ.
എന്താ കരടിച്ചാരേ ഇങ്ങോട്ടൊക്കെ? ആ, ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതോ? ആ പാറക്കെട്ടിനടുത്ത് ആ വലിയ തേക്കുമരത്തിന്റെ മുകളിലിരുന്ന തേനിന്നെടുത്തു. വീട്ടിലേക്ക് വേണ്ടി ഇത്തിരി കൈ കരുതിയിട്ട് ബാക്കിയുള്ളത് അപ്പോ തന്നെ ഞാൻ അങ്ങ് കുടിച്ചു തീർത്തു. ഇപ്പോ ഭയങ്കര ക്ഷീണവും ദാഹവും. അപ്പോ തേനാണല്ലേ ഈ കയ്യിലിരിക്കുന്നത്? കൊള്ളാം. എങ്കിലും ഞാനൊന്ന് പറയട്ടെ, ഈ പുഴയിൽ ധാരാളം മീനുള്ളപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തേക്കുമരത്തിലൊക്കെ കയറി കഷ്ടപ്പെടുന്നത്? ഈ പുഴയിൽ വെറുതെ ഒന്ന് മുങ്ങി പൊങ്ങിയാൽ തന്നെ കൈ നിറയെ മീൻ കിട്ടില്ലേ? നേരാണോ നിങ്ങൾ പറയുന്നത്? കയ്യിലിരിക്കുന്ന ആ തേൻറാത്തൽ ഈ പുഴക്കരയിൽ വെച്ചിട്ട് വേണമെങ്കിൽ പുഴയിൽ ഇറങ്ങി ഒന്ന് പരീക്ഷിച്ചോളൂ. ദാദാ, കണ്ടില്ലേ വെള്ളത്തിൽ ഒരു വലിയ മീനിന്റെ വാലനങ്ങുന്നത്? വേഗം ഇറങ്ങി പിടിക്ക്. ഓ ശരിയാണല്ലോ, ഇന്ന് ഞാൻ അവനെ പിടിക്കും. ഇവൻ വെള്ളത്തിലിറങ്ങുന്ന സമയം തന്നെ തേൻറാത്തൽ ഞാൻ അടിച്ചു മാറ്റും. വാലറ്റം കണ്ടിട്ട് വലിയ മീനാണെന്ന് തോന്നുന്നു. എന്നെ പറ്റിക്കുന്നോ? നിന്നെ പിടിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ മുതല! അയ്യോ അയ്യോ അയ്യോ, ഞാൻ ചത്തേ. എടോ കുറുക്കച്ച, അതൊരു മുതലയായിരുന്നു. ധാരാളം മീനുകളുള്ള പുഴയല്ലേ, ചിലപ്പോ മീൻ തിന്നാൻ വന്ന മുതലയാവും. ഞാനിവിടെ വെച്ചിരുന്ന തേൻറാത്തൽ കാണുന്നില്ലല്ലോ, അതെവിടെ പോയി? ഓ, അതിപ്പോൾ ഒരു കാക്ക കൊത്തിക്കൊണ്ട് പറന്നു പോയതേ ഉള്ളൂ. ഓ, എന്തൊരു കഷ്ടം! മീനും കിട്ടിയില്ല, കൊണ്ടുവന്ന തേനും പോയി. ഓ, ആ മണ്ട മുതലയ്ക്ക് കരടിയെ കിട്ടിയില്ലെങ്കിലും എനിക്ക് കാട്ടുതേൻ കിട്ടിയല്ലോ. എടാ എടാ കള്ളക്കുറുക്ക, തനിക്കൊന്നും പറ്റിയില്ലേ? താനൊക്കെ ഒരു സുഹൃത്താണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? കടുവകളെ വരെ വെള്ളത്തിലിട്ട് പിടിക്കുന്നവരാണ് ഞങ്ങൾ മുതലകളെന്ന് പറഞ്ഞു പോയതല്ലേ. എന്നിട്ട് എന്തിനാ വെറുതെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? അതെ, പിറകിലൂടെ പമ്മി വന്ന് പെട്ടെന്ന് വാലി പിടിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിഞ്ഞൊന്ന് കടിക്കാൻ പോലും അവസരം തരാതെ വാലി പിടിച്ച് കറക്കി ഒരേറായിരുന്നില്ലേ. വീണത് വെള്ളത്തിലായതുകൊണ്ട് മാത്രം ഒന്നും പറ്റിയില്ല. താൻ ഈ കുറ്റിക്കാട്ടിലെങ്ങാനും കയറി ഇരുന്നോളൂ. തന്റെ കയ്യിലിരിക്കുന്ന സാധനം ആ കരടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ? അതെ, കാട്ടുതേനാണ്. ഭയങ്കര കയ്പുള്ളതാ. എന്തായാലും വേണ്ടില്ല, പകുതി ദേ എന്റെ ഈ നാവിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചേക്ക്. ഇതാരാണ്? ഓ ഭാഗ്യം, ഈ പുഴയിൽ മുതലയില്ലെന്ന് തോന്നുന്നു. എടോ നിൽക്കവിടെ. താൻ ആരോട് ചോദിച്ചിട്ടാ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചത്? ഇല്ല, ആരോടും ചോദിച്ചില്ല. പുല്ലുമേയാൻ ഇറങ്ങിയതായിരുന്നു. ഒരു കൂട്ടം ചെന്നായ്ക്കൾ എൻ്റെ പിന്നാലെ കൂടി. ഞാൻ ആ ചെന്നായ്ക്കളുടെ മുന്നിൽ നിന്ന് ഓടി. ഒരുപാട് സമയം ആ ചെന്നായ്ക്കൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ആ പൊന്തംകുന്ന് കയറി മാമലക്കണ്ടം വഴി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ എത്തി. ആയിരിക്കാം. പക്ഷേ ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആരാണ് നിനക്ക് അനുവാദം തന്നത്? ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ അനുവാദം വേണം. അനുവാദമില്ലാതെ നീ വെള്ളം കുടിച്ചതുകൊണ്ട് ഈ കുറുക്കൻ ചോദിക്കുന്നത് എന്തും പകരമായി നീ നൽകേണ്ടി വരും. അയ്യോ,
പകരം നൽകാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. ഇനി ഒരിക്കലും ഞാൻ ഇവിടുന്ന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിച്ചാൽ പോരെ. ഇപ്രാവശ്യത്തേക്ക് എന്നെ ഒന്ന് വെറുതെ വിട്. ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചതിന് പകരമായി കുറുക്കച്ചൻ ചോദിക്കുന്നത് നൽകാതെ നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല. അല്ല, വെള്ളം കുടിച്ചതിന് പകരമായി കുറുക്കച്ചൻ എന്താണ് ആവശ്യപ്പെടുന്നത്? ഇറച്ചി. നമ്മുടെ കുറുക്കച്ചന് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. അതെ, ഇറച്ചി തരാൻ നീ തയ്യാറല്ലേ? ആഹാ. അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്താ ഒന്നും മിണ്ടാത്തത്? വേഗം പറ. ഓഹോ, ഇറച്ചി തരാൻ ഞാൻ തയ്യാറാണ്. ആവശ്യമുള്ള ഇറച്ചി എൻ്റെ കാലിൻ്റെ തുടഭാഗത്ത് നിന്നും കുറുക്കച്ചൻ തന്നെ മുറിച്ചെടുത്തോളൂ. കുറുക്കച്ച കോളടിച്ചല്ലോ. പിന്നെ നമ്മുടെ കാര്യം മറക്കല്ല് കേട്ടോ. വന്ന വഴിയും തിന്ന കോഴിയും മറക്കുന്നവനല്ലടോ ഈ കുറുക്കച്ചൻ. അറിയാം. എന്തായാലും വേഗം തുടയിറച്ചി കടിച്ചു മുറിക്ക്. എന്റെ ബ്രൂസിലി, ഈ സീബ്രയെ കാത്തോണേ. അയ്യോ കുറുക്കച്ചോ, മുതലച്ചാരേ, വേഗം പുഴയിലേക്ക് വന്ന് എന്നെ രക്ഷിക്കണോ. കുറുക്കച്ചോ, ഞാൻ ദേ വരുന്നേ. അത്യാഗ്രഹികളുടെയും അഹങ്കാരികളുടെയും അനുഭവം എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.